ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള 2 റെസിപ്പീസ് ആയിട്ടാണ്. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് റെസിപ്പിയാണ് ബനാന ഫിംഗേഴ്സ്. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്തിട്ടുള്ള 2 പഴമാണ് കേട്ടോ. അതിനെ നമ്മൾ നടുമുറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കംപ്ലീറ്റ്ലി ഒന്ന് ഉടഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു നുള്ള് ഉപ്പ്, 1/4 കപ്പ് പഞ്ചസാര, ഒരു നുള്ള് ഏലക്ക പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പാല് കൂടി ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബനാന ഫിംഗേഴ്സ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ ഫിംഗേഴ്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുഴുവനായിട്ടും നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ആവശ്യത്തിന് ഓയിൽ ആഡാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബനാന ഫിംഗേഴ്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് 2 സൈഡും വെൽ കുക്കാക്കി എടുക്കുക. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ ബനാന ഫിംഗേഴ്സ് ഇവിടെ റെഡിയാണ് കേട്ടോ. സെക്കൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് ബനാന ബോൾസ്. അതിനായിട്ട് ഞാൻ 2 പഴം തന്നെ എടുത്തിട്ടുള്ളത്, അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിനെ ഞാൻ ചെറിയ പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നെയ്യിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച നെയ്യ് തന്നെ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പഴം അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഴം ഒന്ന് വഴന്ന് വരണം കേട്ടോ. അതുവരെയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പഴത്തിനൊരു മധുരം ഉള്ളതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡാക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും അതുപോലെ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഫൈനലി നമുക്കിത് ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അതൊന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയൊരു ചൂട് കൊടുക്കണേ തന്നെ നമുക്കതിനെ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടി പിടിക്കൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ അത് ബോൾസ് ആയിട്ട് വരും. അതിനുശേഷം കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്കിതിനൊന്ന് മറിച്ചിട്ട് എല്ലാ ഭാഗവും കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ബനാന ബോൾസ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ രണ്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിൽ കടിക്കാനായിട്ടുള്ള നട്ട്സൊക്കെ ഉള്ള കാരണം വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ 2 റെസിപ്പിയും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.